തൗഹീദാണ്. എന്ത് വലക്ക തൗഹീദ്? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് വേറൊരു മൗലവിയുണ്ട് നമ്മളെ കർണാടകത്തിൽ. അയാൾ പറയുന്നു മുഹമ്മദ് നബിക്ക് അബൂജഹലിന്റെ അത്ര പോലും ഇൽമില്ല. ഷൈബത്തിന്റെ അത്ര പോലും ഇൽമില്ലാത്ത ജാഹിലായിരുന്നു മുഹമ്മദ് നബി. കണ്ടോ, ഒരു മൗലവി പറയാണ് ഇവിടുന്ന്. ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ആലിമൈത്തി ഏത് മുഫസ്സിർ ചൊല്ലുന്നു? ഖുർആനിൽ അല്ലാഹു തആല சொல்ற അജ്ഞാനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല சொல்ற അജ്ഞാനി. ഇനി ജ്ഞാനി ചൊല്ലുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് തരും. ഇയാൾക്ക് തെളിവ് വേണമല്ലോ. എന്തിന്? മുഹമ്മദ് നബിക്ക് ഇൽമുണ്ടായിരുന്നു എന്നതിന് ഞങ്ങൾ തെളിവ് കൊടുക്കണല്ലോ. എന്ത്? മുഹമ്മദ് നബിക്ക് ഇൽമുണ്ടായിരുന്നു എന്നതിന് ഞങ്ങൾ തെളിവ് കൊടുക്കണോ? മുഹമ്മദ് നബിക്ക് ഇൽമുണ്ടായിട്ടില്ല, ജാഹിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ കൂട്ടരെ ബാക്കിന്ന് പോയാൽ നിങ്ങൾക്ക് ദുനിയാവ് ആഖിറ ഉണ്ടാവും. റസൂലുള്ളാഹിനെ ജാഹിൽ എന്ന് വിളിക്കുക, ഇൽമില്ലാത്ത ആളാണെന്ന് വിളിക്കുക, പച്ചക്ക് മൗലവി. ഇയാൾക്ക് തെളിവ് വേണമല്ലോ. തെളിയല്ല, അരിക്കേച്ചിയാ കൊടുക്കേണ്ടി. ബാക്കി പറയും. നബി ഇൽമുണ്ടാ? നബിക്ക് ഇൽമുണ്ടാ? നബി ആലിമ? നബി അബൂജഹൽ ഇല്ലെങ്കിൽ ഉത്തുബ ഷൈബ ബാക്കിന്നങ്ങ ഇൽമിന്നത്ര നബിക്ക് ഇൽമുಂತ ಇಲ್ಲ. അബൂജഹൽക്കും ഉത്തുബത്തുക്ക് ഷൈബത്തുകൊണ്ടല്ലേ ഉള്ള ഇൽമുറക്കാന്തി ಯಾರ ഇൽമുണ്ടു ചൊന്തു നിങ്ങ ഏതൊരു അടിസ്ഥാനത്തില് നന്റെ നിങ്ങ ഗണ്ണിച്ചോണ്ടുള്ളൂ? ഇത് തസ്ലീം മൗലവി എന്ന് പറയുന്ന കർണാടകത്തിലെ മൗലവിയാണ് ഇയാളെ പറയുന്നത്. നബിക്ക് ഇൽമുണ്ടാ? നബിക്ക് അറിവുണ്ടാ? അബൂജഹൽ എത്ര ഇൽമുണ്ടായിരുന്നു എന്ത് തെളിവുണ്ടാ ഞങ്ങൾ പറയുന്നത്? അനമദീനത്തുൽ ഇൽമി വാലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ഇൽമിന്റെ വലിയ ബജാറാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വാഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമി വലാ കറമി. ലോകത്ത് ഒരു നബിയും നബിന്റെ ഇൽമിന്റെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂജഹലിന്റെ അത്ര പോലും ഇൽമില്ല, ഉത്ബത്തിന്റെ പോലും ഇൽമില്ല എന്ന് പറയുന്ന ഈ കൂട്ടര് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമുണ്ടോ?